Hi, welcome to Lash Class. Calicut University first semester AEC for Humanities ഓൺ സോഫ്റ്റ് ലാംഗ്വേജ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ ആക്ടറും കൊമേഡിയനുമായിരുന്ന ജോർജ് കാർലിൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡിയാണ്. നമ്മളിവിടെ ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കതിന്റെ സമ്മറി നോക്കാം. ഇൻ ഓൺ സോഫ്റ്റ് ലാംഗ്വേജ്, George Carlin humorously criticizes the American tendency to use euphemistic language to avoid harsh realities. അപ്പോൾ ഈ സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് അമേരിക്കക്കാരുടെ ഒരു ടെൻഡൻസിയാണ്. യൂഫെമിസ്റ്റിക് ലാംഗ്വേജ് അല്ലെങ്കിൽ കാര്യങ്ങൾ നേരിട്ട് പറയാതെ വളച്ചു കെട്ടി പറയുന്ന ഒരു സ്വഭാവം അമേരിക്കക്കാർക്കുണ്ട്. ആ ഒരു പ്രവണതയാണ് അദ്ദേഹം ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ടു അവോയ്ഡ് ഹാർഷ് റിയാലിറ്റീസ്, ജീവിതത്തിന്റെ ഹാർഷ് റിയാലിറ്റീസ് നേരിടാനുള്ള മടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗം അവർ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ആർഗ്യൂസ് ദാറ്റ് അമേരിക്കൻ സ്ട്രഗിൾ ടു ഫേസ് അൺകംഫർട്ടബിൾ ട്രൂത്ത്സ്. അപ്പൊ അദ്ദേഹം പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ അമേരിക്കക്കാർക്ക് അൺകംഫർട്ടബിൾ ട്രൂത്ത്, അതായത് നമ്മളെല്ലാവരും ഒരു ഘട്ടത്തിൽ പ്രായമാവും, നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും തുടങ്ങിയിട്ടുള്ള അൺകംഫർട്ടബിൾ ട്രൂത്ത്സ് നേരിടാൻ അമേരിക്കക്കാർക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. So they soften words to make them sound less distressing. അപ്പോൾ ഇത്ര അൺകംഫർട്ടബിൾ ട്രൂത്ത്സ് ഇത്ര ഡിസ്ട്രസിംഗ് ആയിട്ട് അനുഭവപ്പെടാത്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ട് മയപ്പെടുത്തിയിട്ട് അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. കാർലിൻ ട്രേസസ് ദിസ് ഫിനോമിനൻ ത്രൂ ദി എവല്യൂഷൻ ഓഫ് മിലിറ്ററി ടെർമിനോളജി. മിലിറ്ററിക്കകത്ത് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗത്തിന്റെ ഉദാഹരണം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രതിഭാസത്തെ കുറിച്ച് പറയുന്നത്. ദ സ്ട്രേറ്റ് ഫോർവേഡ് ഷെൽ ഷോക്ക് ഫ്രം വേൾഡ് വാർ I became battle fatigue, then operational exhaustion, and finally the post-traumatic stress disorder. അപ്പോൾ വേൾഡ് വാർ I ഉപയോഗിച്ചിരുന്ന പ്രയോഗമാണ് ഷെൽ ഷോക്ക് എന്ന് പറയുന്നത്. യുദ്ധത്തിന്റെ ഭീകരത കൊണ്ട് മാനസികമായിട്ട് മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഷെൽ ഷോക്ക് എന്ന് പറയുന്നത്. ആ ഷോക്ക് എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിലൊരു അർത്ഥം ചെറുതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് പിന്നീട് ബാറ്റിൽ ഫാറ്റീഗ്, ഓപ്പറേഷണൽ എക്സോഷൻ, അതുപോലെ ഇന്ന് ഉപയോഗിക്കുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് അതെന്താണ് എന്ന് പോലും കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമായിട്ട് അത് മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. വിത്ത് ഈച്ച് ചേഞ്ച് ദ ലാംഗ്വേജ് ലോസസ് ഇറ്റ്സ് റോനെസ് ആൻഡ് ഇമോഷണൽ ഇമ്പാക്ട്. അപ്പൊ ഇത്തരത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ലാംഗ്വേജിന് ഇമോഷണൽ ഇമ്പാക്ട് നഷ്ടപ്പെടുന്നു. നേരത്തെ ഷെൽ ഷോക്ക് എന്ന് പറയുന്ന സമയത്ത് യുദ്ധത്തിന്റെ ഭീകരത കൊണ്ടുണ്ടാവുന്ന മാനസിക മരവിപ്പാണെന്നുള്ളത് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സിമ്പതിയൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ളൊരു വാക്കാണ്. അപ്പൊ അതിന് ആ ഇമോഷണൽ ആയിട്ടുള്ള മീനിങ് നഷ്ടപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാർലിൻ ഗീവ്സ് എക്സാമ്പിൾസ് ബിയോണ്ട് ദ മിലിറ്ററി. അതിനുശേഷം അദ്ദേഹം മിലിറ്ററിയിലെ പദങ്ങൾക്ക് പുറമെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളുടെ ഉദാഹരണങ്ങൾ പറയുകയാണ്. നോട്ടിംഗ് ഹൗ ടേംസ് ലൈക്ക് ടോയ്ലറ്റ് പേപ്പർ ബിക്കെയിം ബാത്റൂം ടിഷ്യൂ. ടോയ്ലറ്റ് പേപ്പർ എന്നുള്ള പ്രയോഗം ഇപ്പോൾ ബാത്റൂം ടിഷ്യൂ എന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. ആൻഡ് ഓൾഡ് പീപ്പിൾ ടേൺഡ് ഇൻ ടു സീനിയർ സിറ്റിസൺസ്. ഓൾഡ് പീപ്പിൾ അല്ലെങ്കിൽ പ്രായമായ ആളുകൾ എന്നുള്ള പ്രയോഗം ഇപ്പോൾ സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പ്രായമാവുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ ആളുകൾക്ക് ഭയമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നത്. ഹി ക്രിട്ടിസൈസസ് ഹൗ ഈവൻ ഇൻ ഹെൽത്ത് ഡിസേബിൾഡ് ബിക്കെയിം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൻഡ് ഡൈ ബിക്കെയിം പാസഡ്. അതുപോലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഡിസേബിൾഡ് എന്നുള്ള പദം ഇപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഡൈ എന്നുള്ളത് പാസവേ എന്നാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡെഡ് എന്ന് എഴുതാൻ പാടില്ല, പാസവേ എന്ന് എഴുതണം എന്നുള്ള രീതിയിൽ. അത്തരത്തിൽ ഈ പ്രയോഗങ്ങളെല്ലാം സോഫ്റ്റ് ആക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നു. ദീസ് യൂഫെമിസംസ്, ഹി ആർഗ്യൂസ്, സ്ട്രിപ്പ് അവേ ദി ഡയറക്ട്നെസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഓഫ്റ്റൻ മേക്ക് ഇറ്റ് കോമിക്കലി ഇൻഫ്ലേറ്റഡ്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലാംഗ്വേജിന്റെ ഒരു ഡയറക്ട്നെസ്, ആ ഒരു ഇമോഷണൽ ഇമ്പാക്ട്, ആ മീനിങ്ങിന് കൈവരുന്ന സാഹചര്യം ഇത് ഇല്ലാതാക്കുന്നു എന്നുള്ളതും പലപ്പോഴും ഇത് കോമിക്കൽ ആവുന്നു എന്നുള്ള കാര്യവുമാണ് അദ്ദേഹം പറയുന്നത്. His critique is that such a language hides the truth and limits our ability to confront the life's harsh realities. അപ്പൊ അദ്ദേഹത്തിന്റെ വിമർശനം ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ സത്യത്തെ മറച്ചു വയ്ക്കുന്നതും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ അപര്യാപ്തവുമാണ് എന്നാണ്. Carlin contends that this shift in language reflects a societal fear of aging, dying and imperfection. അദ്ദേഹത്തിന്റെ കാരണമായിട്ട് പറഞ്ഞ സമൂഹത്തിന്റെ ഭയമാണ്
അതായത് ഏജിങ്, എല്ലാവർക്കും പ്രായമാവും, എല്ലാവരും മരിക്കും, അതുപോലെ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരിക്കാം തുടങ്ങിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള സമൂഹത്തിന്റെ ഭയത്തിൽ നിന്നാണ് ഇത്തരം പ്രയോഗങ്ങൾ ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നു. അൾട്ടിമേറ്റ്ലി ഹി സീസ് ദീസ് യുഫേമിസംസ് ആസ് എ ഫോം ഓഫ് സെൽഫ് ഡിസെപ്ഷൻ. അപ്പോൾ സ്വയം നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സെൽഫ് ഡിസെപ്ഷൻ പോലെയാണ് ഈ പ്രയോഗങ്ങൾ എന്ന് അദ്ദേഹം പറയുന്നു. Where society's fears and insecurities are masked rather than addressed directly. അപ്പോൾ സമൂഹത്തിന്റെയും അതുപോലെ തന്നെ ജീവിതത്തിന്റെയും ഈ യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നതിന് പകരം അത് മറച്ചു പിടിക്കുന്ന ഒരു സംവിധാനമാണ് ഇത്തരം ഭാഷാ പ്രയോഗങ്ങളിൽ ഉള്ളത് എന്ന് ഒരു ഹാസ്യ രൂപത്തിൽ അദ്ദേഹം ഈ സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ വിമർശിക്കുന്നു. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ക്യാരക്ടർ ഓഫ് അമേരിക്കൻ പീപ്പിൾ അക്കോർഡിംഗ് ടു കാർലിൻ മേക്സ് ദം യൂസ് മോർ സോഫ്റ്റ് ലാംഗ്വേജ്? അപ്പൊ അമേരിക്കക്കാർ ഇത്തരം മയപ്പെടുത്തിയിട്ടുള്ള ഭാഷോ പ്രയോഗങ്ങൾ നടത്തുന്നത് അവരുടെ എന്ത് ക്യാരക്ടർ കൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു കാർലിൻ, അമേരിക്കൻസ് സ്ട്രഗിൾ ടു ഫേസ് ഹാർഷ് റിയാലിറ്റീസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അമേരിക്കക്കാർക്ക് ജീവിതത്തിന്റെ ഹാർഷ് റിയാലിറ്റീസ് നേരിടാൻ പ്രയാസമുണ്ട് എന്നാണ് പറയുന്നത്. പ്രോംപ്റ്റിംഗ് ദം ടു യൂസ് സോഫ്റ്റ് ലാംഗ്വേജ് ടു അവോയ്ഡ് അൺപ്ലസന്റ് ട്രൂത്ത്സ്. അതുകൊണ്ട് അൺപ്ലസന്റ് ട്രൂത്ത്സ്, അപ്രിയകരമായിട്ടുള്ള സത്യങ്ങൾ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള മയപ്പെടുത്തിയിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ദിസ് നീഡ് ഫോർ കംഫർട്ട് ഡ്രൈവ്സ് ദം ടുവേർഡ് യൂഫേമിസംസ് ദാറ്റ് ഒബ്സ്ക്യൂർ അൺകംഫർട്ടബിൾ സബ്ജക്ട്സ്. അപ്പോൾ ഇത്തരത്തിൽ യൂഫേമിസംസ് അല്ലെങ്കിൽ വളച്ചു കിട്ടിയിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളിലൂടെ അവർ ഈ അൺകംഫർട്ടബിൾ സബ്ജക്ട്സ്, വിഷയങ്ങളെല്ലാം മറച്ചു വയ്ക്കുന്നു. Allowing them to feel more shielded from the rawness of difficult experiences or social issues. അപ്പോൾ ഈ സോഷ്യൽ ഇഷ്യൂസ് അതുപോലെ തന്നെ ഈ ജീവിതത്തിന്റെ ഹാർഷ് റിയാലിറ്റീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഷീൽഡ് ചെയ്യപ്പെടുന്നത്, ഒരു സുരക്ഷ ബോധം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. Why do people not like to use the term old while speaking about their age? ഇനി ആളുകൾ അവരുടെ പ്രായത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓൾഡ് എന്നുള്ള പദം അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാർലിൻ എക്സ്പ്ലെയിൻസ് ദാറ്റ് പീപ്പിൾ അവോയ്ഡ് സെയിങ് ഓൾഡ് ബിക്കോസ് ഓഫ് ആൻ അണ്ടർലൈങ് ഫിയർ ഓഫ് ഏജിങ് ആൻഡ് ഡെത്ത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ജീവിതത്തിന്റെ ഹാർഷ് റിയാലിറ്റിയാണ് എല്ലാവർക്കും പ്രായമാവും, എല്ലാവരും മരിക്കും എന്നുള്ള കാര്യം. ആ ഒരു ഹാർഷ് റിയാലിറ്റിയോടുള്ള ഭയം കൊണ്ടാണ് ഈ ഓൾഡ് എന്നുള്ള പദം ആളുകൾ ഉപയോഗിക്കാത്തതെന്ന് അദ്ദേഹം പറയുന്നു. റീപ്ലേസിംഗ് ഇറ്റ് വിത്ത് സോഫ്റ്റർ ടേംസ് ലൈക്ക് ഓൾഡർ ഓർ യങ് അറ്റ് ഹാർട്ട്. അപ്പോൾ ഇവിടെ ആളുകൾ ചെയ്യുന്നത് ഓൾഡർ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് പ്രായമായി എന്ന് ഞാൻ പറയുന്നതിന് പകരം എനിക്ക് പ്രായം കൂടി വരികയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് കൂടി വരുന്നു പക്ഷെ ഇപ്പോഴും പ്രായം ആയിട്ടില്ല എന്നുള്ളൊരു ഫീല് അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യങ് അറ്റ് ഹാർട്ട്, അത് മനസ്സിന് പ്രായം കുറവാണ്, മനസ്സിന് ചെറുപ്പമാണ് തുടങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ ആളുകൾ സ്വയം ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദീസ് ടേംസ് ഹെൽപ്സ് റിഡ്യൂസ് ആങ്സൈറ്റി ഓവർ ഏജിങ്. അപ്പോൾ പ്രായമാവുക എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആങ്സൈറ്റി ഇല്ലാതാക്കുന്നതിന് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കൊണ്ട് കഴിയുന്നു. ദിസ് വേർഡ് ചോയ്സ് റിഫ്ലെക്ട്സ് എ ബ്രോഡർ സൊസൈറ്റൽ ഡിസ്കംഫർട്ട് വിത്ത് ഏജിങ് ആൻഡ് മോർട്ടാലിറ്റീസ് ഇനെവിറ്റബിലിറ്റി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും പ്രായമാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള ഭയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഇൻ യുവർ ഒപ്പീനിയൻ, വിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാർലിൻ മേക്ക് ഹിം എ സക്സസ്ഫുൾ സ്പീക്കർ? ഇനി നമ്മുടെ അഭിപ്രായത്തിൽ ഇദ്ദേഹത്തിന്റെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇദ്ദേഹത്തെ നല്ലൊരു സ്പീക്കർ ആക്കുന്നത്? കാർലിൻ സക്സസ് ആസ് എ സ്പീക്കർ സ്റ്റെംസ് ഫ്രം ഹിസ് ഫിയർലെസ് ഓണസ്റ്റി. ഒരു പേടിയില്ലാത്ത സത്യസന്ധതയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്സുകളെ കുറിച്ചിട്ടെല്ലാം പറയുന്നത്. ഷാർപ്പ് ഹ്യൂമർ ആൻഡ് യുണീക്ക് എബിലിറ്റി ടു ക്രിട്ടിക് സൊസൈറ്റൽ നോംസ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഹ്യൂമർ കൂടാതെ ഈ സൊസൈറ്റൽ നോംസ്, സാമൂഹിക വിഷയങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ് തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തെ നല്ലൊരു സ്പീക്കറാക്കി മാറ്റുന്നത്. ഹിസ് സറ്റൈറിക്കൽ സ്റ്റൈൽ ചലഞ്ചസ് ഓഡിയൻസസ് ടു തിങ്ക് ക്രിട്ടിക്കലി while his wit and insight allow him to connect deeply with the listeners, making his critics memorable and engaging. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ സറ്റൈറിക്കൽ, അതായത് ആക്ഷേപഹാസ്യത്തിലൂടെയുള്ള ഈ ഒരു സ്റ്റൈല് ഓഡിയൻസിനെ ഇതുപോലെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല ഈ ഹ്യൂമറും അതുപോലെ ഇൻസൈറ്റുമെല്ലാം ആളുകൾക്ക് മെമ്മറബിൾ ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആക്കി ഇത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത്തരം ക്വാളിറ്റീസ് ആണ് ഒരു നല്ല സ്പീക്കർ ആയിട്ട് ഇദ്ദേഹത്തെ മാറ്റുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വിത്ത് റെഫറൻസ് ടു കാർലിൻസ് വീഡിയോ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമർ ആസ് എ ടെക്നിക് ഇൻ അട്രാക്ടിങ് ആൻ ഓഡിയൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് ദെയർ അറ്റൻഷൻ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വീഡിയോയെ മുൻനിർത്തിക്കൊണ്ട്
ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്നതിനും അവരുടെ അറ്റൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഹ്യൂമറിനുള്ള പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. Humor as a technique draws audiences by making serious, complex issues easier to approach and digest. ഹ്യൂമറിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ആളുകൾക്ക് എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാനും ഉൾക്കൊള്ളാനും കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻ കാർലിൻസ് വീഡിയോ, humor helps break down barriers that might otherwise make audiences defensive or uncomfortable with the critical topics. നമുക്കറിയാം, പ്രായമാവുക, മരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഇത് നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. എന്നാൽ ഹ്യൂമർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ ടോപ്പിക്സ് ഒക്കെ ആളുകൾക്ക് അൺകംഫർട്ടബിൾ ആവാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഹ്യൂമർ ഓൾസോ കീപ്സ് ദ ഓഡിയൻസസ് ഫോക്കസ്. ഇതുകൂടാതെ ഓഡിയൻസിന്റെ ഫോക്കസ് നിലനിർത്താനും ഹ്യൂമറിന് സാധിക്കുന്നുണ്ട്. As it adds energy and enjoyment, preventing them from disengaging even during challenging subjects. നമുക്കറിയാം, സാധാരണഗതിക്ക് സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഹ്യൂമറിനകത്ത് നമുക്കൊരു എൻജോയ്മെന്റ് കണ്ടെത്താൻ കഴിയുന്നത് കാരണം കൊണ്ട് ആ സ്പീച്ചിൽ ഉടനീളം ആ ഒരു ഓഡിയൻസിന്റെ ഫോക്കസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന് സാധിക്കുന്നു. ഓവറോൾ, humor is effective for audience engagement because it blends entertainment with insight. അപ്പോൾ പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഓഡിയൻസിന്റെ എൻഗേജ്മെന്റിന് ഹ്യൂമർ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളാണ്. കാരണം അത് ഈ ഇൻസൈറ്റ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ എൻജോയ്മെന്റ് കൂടി കൊടുക്കുന്നുണ്ട്. allowing people to consider new perspectives while remaining entertained. അപ്പോൾ പുതിയ വീക്ഷണങ്ങളെ കുറിച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് എന്റർടൈൻമെന്റ് കൂടി നടക്കുന്നുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഓഡിയൻസിന്റെ അറ്റൻഷൻ കീപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യാനുമെല്ലാം ഹ്യൂമർ നല്ലൊരു ടൂളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഡു യു തിങ്ക് ദാറ്റ് പെർഫോമൻസസ് ലൈക്ക് സ്റ്റാൻഡപ്പ് കോമഡി ആർ എഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ ക്രിറ്റിസിസം? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആൻസർ വിത്ത് ഇൻസൈറ്റ്സ് ഫ്രം കാർലിൻസ് വീഡിയോ. വീണ്ടും ഇദ്ദേഹത്തിന്റെ വീഡിയോയെ മുൻനിർത്തിക്കൊണ്ട് ഈ സാമൂഹിക വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള വിമർശനം നടത്തുന്നതിന് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് സ്റ്റാൻഡപ്പ് കോമഡിയെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. Stand-up comedy, as shown by Carlin's performance, can be a powerful tool for social criticism by addressing sensitive issues in a relatable way. നമ്മൾ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ പെർഫോമൻസിൽ കാണുന്നത് പോലെ ഈ സ്റ്റാൻഡപ്പ് കോമഡി സോഷ്യൽ ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് ആളുകൾക്ക് ഒരു അൺകംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കുന്നു. Carlin skillfully uses humor to examine the euphemistic language in American society, illustrating how it softens the reality of harsh truth. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്കകത്ത് അദ്ദേഹം യൂഫെമിസത്തിനെയാണ് വിമർശിക്കുന്നത്. അതായത് വളച്ചു കെട്ടിയിട്ടുള്ള മയപ്പെടുത്തിയിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ ജീവിതത്തിന്റെ ഹാർഷ് റിയാലിറ്റീസിനെ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിമർശനമാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ നമ്മൾ കാണുന്നത്. കോമഡി പ്രൊവൈഡ്സ് എ റിലാക്സ്ഡ് സെറ്റിംഗ്. ഇനി കോമഡി ഒരു റിലാക്സ്ഡ് സെറ്റിംഗ് ആണ്, ഒരു അറ്റ്മോസ്ഫിയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻകറേജിങ് ഓഡിയൻസസ് ടു കൺഫ്രണ്ട് ദി സൊസൈറ്റൽ നോംസ് തോട്ട്ഫുള്ളി ബട്ട് വിത്തൗട്ട് ഫീലിംഗ് ജഡ്ജ്ഡ്. കാരണം നമുക്കറിയാം, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം വിമർശനം നടത്തുന്നത്. അപ്പൊ നേരിട്ട് നമ്മൾ വിമർശിക്കുന്ന സമയത്ത് നമുക്കത് നമ്മളെ ജഡ്ജ് ചെയ്യുക എന്നുള്ള ഫീലിംഗ് ആണ് ഉണ്ടാക്കുക. പക്ഷെ ഈ കോമഡിയിലൂടെ ഇത് വിമർശിക്കുന്ന സമയത്ത് ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറിനകത്ത് നിന്നുകൊണ്ട് ഈ സോഷ്യൽ ക്രിറ്റിസിസം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. Thus, we can see that performances like a stand-up comedy can be an effective method for social criticism. അപ്പോൾ നമുക്ക് പറയാൻ കഴിയാവുന്നത് ഈ സ്റ്റാൻഡപ്പ് കോമഡി പോലുള്ള പെർഫോമൻസുകൾ സോഷ്യൽ ക്രിറ്റിസിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. Summarize Carlin's arguments against soft language by using any 3 examples used by Carlin. ഇനി ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും 3 എക്സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സ് സമ്മറൈസ് ചെയ്യാനാണ് പറയുന്നത്. Carlin critiques soft language for diluting the truth, making it easier to sidestep uncomfortable realities. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത് സോഫ്റ്റ് ലാംഗ്വേജ് സത്യത്തെ മയപ്പെടുത്തുന്നു, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഹാർഷ് റിയാലിറ്റീസിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ആളുകൾ സഹായിക്കുന്നു എന്നുള്ളതാണ് സോഫ്റ്റ് ലാംഗ്വേജസിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആർഗ്യുമെന്റ്. First, he uses shell shock becoming post-traumatic stress disorder to illustrate how direct impactful language was softened into a clinical term.
ആദ്യം അദ്ദേഹം പറയുന്ന എക്സാമ്പിൾ ഷെൽ ഷോക്ക് എന്നൊരു പദപ്രയോഗം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആയി മാറിയതാണ്. അതായത് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് യുദ്ധത്തിന്റെ ഭീകരത കൊണ്ട് മനസ്സ് മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഷെൽ ഷോക്ക് എന്ന് പറയുന്നത്. ആ ഷോക്ക് എന്നുള്ള ഒരു പദം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇത് പിന്നീട് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ടേമായിട്ട് മാറി കേൾക്കുന്ന ആളുകൾക്ക് ആ ഒരു ഇമോഷണൽ ഇമ്പാക്ട് ലഭിക്കാത്ത തരത്തിലേക്ക് ആ പദപ്രയോഗം മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. He contrasts disabled with differently abled, suggesting that this shift erodes the clarity of the original term. ഇനി ഡിസേബിൾഡ് എന്ന പദത്തിന് പകരം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ള പദമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിന്റെ അർത്ഥത്തിലെ ഒരു ക്ലാരിറ്റി ഈ ഒരു പ്രയോഗത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കാർലിൻ ഓൾസോ ഹൈലൈറ്റ്സ് ദ ചേഞ്ച് ഫ്രം ഓൾഡ് ടു സീനിയർ സിറ്റിസൺ, ആർഗ്യൂയിങ് ദാറ്റ് സച്ച് ടേംസ് ഡിസ്ഗൈസ് നാച്ചുറൽ ഹ്യൂമൻ എക്സ്പീരിയൻസസ്. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഓൾഡ് എന്നുള്ള ഒരു പദം ഇപ്പോൾ പ്രയോഗിക്കുന്നതിന് പകരം സീനിയർ സിറ്റിസൺ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അത് ജീവിതത്തിന്റെ ഹാർഷ് റിയാലിറ്റിയിൽ നിന്ന് ഒളിച്ചോടാനുള്ളത് ശ്രമത്തിന്റെ ഉദാഹരണമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ബൈ അവോയ്ഡിങ് ഡയറക്റ്റ് ലാംഗ്വേജ് സൊസൈറ്റി ഡിറ്റാച്ചസ് ഫ്രം ജെന്യുവിൻ എംപതി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ മറ്റൊരു ആർഗ്യുമെന്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത് ഈ ഒരു ജെന്യുവിൻ അണ്ടർസ്റ്റാൻഡിങ്ങും എംപതിയും നമുക്ക് ഇമോഷണൽ ഇമ്പാക്റ്റിലൂടെ മീനിങ് ലഭിക്കുന്ന സാഹചര്യം ഇത്തരം സോഫ്റ്റ് ലാംഗ്വേജസിൽ ഇല്ല എന്നുള്ള കാര്യവും, അതുപോലെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് ആളുകൾ ഒളിച്ചോടുകയാണ് സോഫ്റ്റ് ലാംഗ്വേജസിലൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സിന്റെ സമ്മറി ആയിട്ട് നമുക്ക് പറയാവുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്, ഐഡന്റിഫൈ ദ ക്വാളിറ്റീസ് ഓഫ് കാർലിൻ സ്പീച്ച് ദാറ്റ് മേക്ക് ഇറ്റ് നോട്ട് വർത്തി. ഇദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ച് നോട്ട് വർത്തി ആക്കുന്ന അല്ലെങ്കിൽ അത് വേറിട്ട് നിർത്തുന്ന ശ്രദ്ധിക്കപ്പെടുന്ന അതിന്റെ ക്വാളിറ്റീസ് എന്തെല്ലാമാണെന്നാണ് ചോദിക്കുന്നത്. George Carlin's speech is noteworthy for its unique combination of humor, clarity and relatability. ഇതിനകത്ത് നമുക്കറിയാം പ്രധാനമായിട്ട് ഹ്യൂമർ ആണ് വരുന്നത്, അതുപോലെ അതിൽ ക്ലാരിറ്റി, ഓഡിയൻസ് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്ന ക്വാളിറ്റീസ് ആണ് ഇതിനെ നോട്ട് വർത്തിയാക്കുന്നത്. ദീസ് ക്വാളിറ്റീസ് ക്രിയേറ്റ് എ കമ്പല്ലിംഗ് ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് എക്സ്പീരിയൻസ് ഫോർ ദി ഓഡിയൻസ്. ഈ ക്വാളിറ്റീസിലൂടെ ഓഡിയൻസിന് എൻഗേജിങ്ങും അതുപോലെ തോട്ട് പ്രൊവോക്കിംഗുമായിട്ടുള്ള എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. Carlin strategically employs humor not just for entertainment but as a tool to address serious societal issues. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമല്ല അദ്ദേഹം ഹ്യൂമർ ഉപയോഗിക്കുന്നത്, മറിച്ച് സാമൂഹിക വിമർശനം നടത്തുന്നതിന് കൂടി വേണ്ടിയാണ് അദ്ദേഹം ഹ്യൂമർ ഉപയോഗിക്കുന്നത്. By making his audience laugh, he makes uncomfortable truths more approachable. അപ്പോൾ ഇദ്ദേഹം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള റിയാലിറ്റീസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ട്രൂത്ത് എല്ലാം ഓഡിയൻസിന് ഒരു ലോഫിലൂടെ, ചിരിയിലൂടെ, തമാശയിലൂടെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കുന്നു. ഹിസ് കമ്മിറ്റ്മെന്റ് ടു യൂസ് സ്ട്രേറ്റ് ഫോർവേഡ് ലാംഗ്വേജ് ഡിസ്റ്റിംഗ്വിഷസ് ഹിസ് സ്പീച്ച്. ഇനി സ്ട്രേറ്റ് ഫോർവേഡ് ലാംഗ്വേജ്, വളച്ചുകെട്ടലില്ലാതെ നേരിട്ട് കാര്യം പറയുന്ന അദ്ദേഹത്തിന്റെ ശൈലി അദ്ദേഹത്തിന്റെ സ്പീച്ചിനെ വേറിട്ടതാക്കുന്നു. Carlin avoids euphemisms, effectively communicating complex ideas with a clarity. സ്വാഭാവികമായിട്ടും യൂഫൈമിസത്തിന് എതിരായിട്ട് ഉള്ള ഒരു സംസാരം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്പീച്ചിനകത്ത് അദ്ദേഹം വളച്ചുകെട്ടലില്ലാതെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ദിസ് അപ്രോച്ച് എൻഹാൻസസ് ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് ആർഗ്യുമെന്റ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം എന്ത് കാര്യമാണോ അവിടെ ആർഗ്യുമെന്റ് ചെയ്യുന്നത് അതിന് യോജിക്കുന്ന തരത്തിൽ തന്നെയുള്ള ഒരു ലാംഗ്വേജ് ആണ് അദ്ദേഹത്തിന്റെ സ്പീച്ചിനകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്നത്. Carlin connects with his audience through shared frustrations, voicing common sentiments that many people recognize. ഇനി ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമ്മളും ഒരുപക്ഷെ പല ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഓഡിയൻസ് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ കാണുന്നത്. ദിസ് റിലേറ്റബിലിറ്റി ഫോസ്റ്റേഴ്സ് എൻഗേജ്മെന്റ്, allowing the audience to feel personally involved in his observations. അപ്പോൾ ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയുന്നതിലൂടെ ഈ ഇൻവോൾവ്മെന്റും എൻഗേജ്മെന്റും നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഹിസ് വില്ലിംഗ്നെസ് ടു കൺഫ്രണ്ട് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ഈസ് എ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. മറ്റൊരു സവിശേഷത നമ്മൾ കാണുന്നത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സ് സംസാരിക്കാൻ അദ്ദേഹത്തിന് മടിയുമില്ല എന്നുള്ളതാണ്. ബൈ അഡ്രസ്സിംഗ് അൺകംഫർട്ടബിൾ ട്രൂത്ത്സ് ഡയറക്ട്ലി, കാർലിൻ ചലഞ്ചസ് ഹിസ് ഓഡിയൻസ് ടു റീതിങ്ക് ദയർ പെർസ്പെക്റ്റീവ്സ്. അപ്പൊ ഇത്തരത്തിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിലൂടെ ആളുകളുടെ ഒരു പെർസ്പെക്റ്റീവിനെ, വീക്ഷണത്തിനെ മാറി ചിന്തിക്കാൻ വേണ്ടി അദ്ദേഹം പ്രേരിപ്പിക്കുന്നു. ലീവിങ് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ദാറ്റ് പ്രോംസ് ക്രിട്ടിക്കൽ തോട്ട്. അപ്പോൾ ഈ ഒരു സ്പീച്ച് ഒരു തവണ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആയിട്ട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മളത് കാണുന്നു. ഓവറോൾ
These qualities make Carlin's speech noteworthy by ensuring it is not only entertaining but also a powerful commentary on societal issues. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു തരത്തിൽ എന്റർടൈനിങ് ആണ്, എന്നാൽ അതേ സമയത്ത് തന്നെ ഈ സോഷ്യൽ ക്രിറ്റിസിസവും നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇത്തരം ക്വാളിറ്റീസിലൂടെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് നോട്ട് വർത്തി ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.